യാത്ര പറച്ചിൽ അസലായി. പാതി മുറിഞ്ഞ വരി പോലെ ഇനി ഒരിക്കലും പൂർത്തിയാവില്ല. സൂര്യകിരി ഹലോ രഘുവേട്ടാ, എവിടെയാണോ താൻ? ഞാൻ കുറച്ചുമ്പ് തന്നെ വിളിച്ചല്ലോ. ഞാൻ കുളിക്കായിരുന്നു. തിരിച്ചു വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാ രഘുവേട്ടന്റെ കോള് വന്നത്. അടുക്കളയിലാണോ? ഇന്നല്ലാതെ. എടോ, തന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം അടുക്കളയിൽ കയറുമ്പോ എല്ലാ ആണുങ്ങൾക്കും പെട്ടെന്ന് ഭാര്യമാരെ മിസ് ചെയ്യും. അതെന്തുകൊണ്ടാ? മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട്. അയ്യോ, അതുകൊണ്ടൊന്നല്ല. ഇത് ഞാനേ എൻജോയ് ചെയ്ത് ചെയ്യുന്നല്ലേ. അതുകൊണ്ടല്ലേ അടുക്കള വേറെ ആരും വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിനൊരു മാർഗമുണ്ട്. മക്കളെ രണ്ടുപേരെ അപ്പുറം ഇപ്പുറവും പിടിച്ചിരുത്തിയാ മതി. രഘുവേട്ടനെ വല്ലാതെ മിസ് ചെയ്യുമ്പോ ഞാൻ അങ്ങനെയാ ചെയ്യാറ്. എന്നിട്ട് അവരോട് നമ്മുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ല, എവിടെ രണ്ടാളും? രണ്ടാളും ഇവിടെ ഇല്ല. ജീവനെ പതിവ് പോലെ ശരവണനെയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു കാര്യം, ഈ കറക്കമൊക്കെ ഒന്ന് നിർത്തണം. നിത്യമോളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. അവളെ എല്ലാം ഏൽപ്പിക്കണം. പിന്നെ ജ്യോതി എവിടെ പോയതാ? നമ്മുടെ സാറയില്ലേ, അവക്ക് നെത്തിമോളെ കാണുമെന്നൊരാഗ്രഹം. ജ്യോതി സാറേയും കൂട്ടി അങ്ങോട്ട് പോയിരിക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അച്ഛൻ മാത്രമേ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ രഘുവേട്ടാ. വന്നാ പിന്നെ ഇതുപോലെ ഒരിടത്തും പോവുകയില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ തനിച്ച്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? എടോ, ഇതിന്റെയൊക്കെ പേര് പറഞ്ഞാലേ താൻ ചിലപ്പോൾ ചിരിക്കും. ഞങ്ങൾ ഈ അതിർത്തിയിലൊക്കെ പോയി കാവൽ നിൽക്കുമ്പോഴേ കയ്യിൽ കിട്ടുന്ന വെച്ച് ചില പരിപാടികൾ നടത്താറുണ്ട്. എന്നിട്ടേ അതിന് ചില ഹിന്ദി നടിമാരെ പേരിടും. ശ്രീദേവിയുണ്ട്, മനീഷ കൊയ്രാലുണ്ട്, ജൂഹി ചൗളയുണ്ട്. കൊള്ളാം കൊള്ളാം. ഒരു കറിക്ക് പോലും ആണുങ്ങളുടെ പേരുണ്ടാവില്ല അല്ലേ? അതെ, ഈ തണുത്ത് വറങ്ങലിച്ച് നിൽക്കുമ്പോഴേ അമിതാഭ് ബച്ചനെയും ഷാരൂഖ് ഖാനെയൊക്കെ എടുത്ത് കടിച്ചാലുണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവത്തില്ലെന്നേ. ആ പക്ഷേ മനീഷ കൊയ്രാള് കൊള്ളാം. ഇപ്പൊ കേട്ടതേ, നമ്മളെ മനീഷ കൊയ്രാളുടെ അവസാനത്തെ വിസില. ഓ, ഇനിയും കൈ വെച്ചില്ലെങ്കിലേ അയാൾ അവിഞ്ഞു പോകും കേട്ടോ. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ വരുമ്പോഴേക്കും അവളുമാരൊക്കെ അവിടുന്ന് ഓടിച്ചോണം കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാ ശരി, വച്ചേക്ക്. മനീഷേ, മനീഷ കൊയ്രാള. അയ്യ, കടവുളെ ചതിച്ചാച്ചൻ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ അളിയ. ഇതെങ്ങനെ ഞങ്ങളെ കണ്ടു? സാർക്ക് ഒരാളെ പിടിച്ചാച്ച സാറ് പിന്നെ പിടിവിടില്ല അല്ല സാറേ? എവിടെ പോയി രണ്ടുപേരും കൂടെ? അത് ഞാനൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിയോ? എന്ത് ജോലി? അതൊരു വലിയ കഥയാളിയ. ചേച്ചിയാ രാവിലെ ഇവിടേക്ക് പത്രമിടുന്നേ. അപ്പടിയാ? പിന്നെ അത് കഴിഞ്ഞ്
ഒരിടത്ത് ട്യൂഷനും ഉണ്ട്. പത്രം ഇടുകയോ? എങ്ങനെ? രാവിലെ സൈക്കിളിൽ പോയി പത്രം ഇടും. ഇന്ന് വണ്ടി പഞ്ചറായി പോയി. അതാ ഞാൻ ഡ്രൈവറായി കൂടിയത്. ജോലി മുടങ്ങരുതല്ലോ. നന്നായപ്പാ. അത്ര ഒരു ജോലി ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്നതല്ല. വിവാഹത്തിന് ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ. പെണ്ണിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവള് രാവിലെ പത്രക്കെട്ടുമായിട്ട് ഇറങ്ങുന്നവളാണെന്ന് പറഞ്ഞ നാണക്കടല്ലേ? ആ, ഏതായാലും ചെയ്തത് ചെയ്തു. ഇന്ന് തന്നെ നിർത്തിയേക്കണം കേട്ടോ. അതേ അളിയ, ഏതൊരു ജോലിക്ക് അതിൻ്റെതായ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. എന്ത് കമ്മിറ്റ്മെന്റ്സ്? നിത്യയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ക്ഷമിക്കണം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിലൊരാൾ വന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. അയാൾ അച്ഛനെ തിരക്കിയാ വന്നത്. അച്ഛനില്ലാന്ന് പറഞ്ഞപ്പോ അയാൾ പോവുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഏതോ ഒരു ഓട്ടോക്കാരൻ തിരക്കി വന്നിരുന്നു എന്ന്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതോ ഒരു ഓട്ടോക്കാരൻ എന്ന് പറയുമ്പോ അതിലൊരു പെശകുണ്ട്. പകരം മോള് ആ വന്ന മാമന്റെ പേര് ചോദിച്ചിട്ട് ആ പേര് അച്ഛനോട് പറയണായിരുന്നു എന്ന്. അതാണ് തൊഴിലിന് കൊടുക്കുന്ന മാന്യത. അന്നു മുതല് ഞാൻ എല്ലാവരെയും അങ്ങനെ കാണുന്നത്. അധ്വാനത്തിനുള്ള അന്തസ് ഏത് മനുഷ്യനും ഉണ്ട്. കറക്റ്റ് അമ്മ, കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്യുന്ന തൊഴിലിൽ എനിക്കൊരു മാന്യതക്കുറവും തോന്നിയിട്ടില്ല. എന്റെ കുടുംബത്തിനും തോന്നുന്നില്ല. ജീവനും അങ്ങനെ തോന്നരുതെന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിലേ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം, അല്ലടാ? അത് നല്ലൊരു ക്വാളിറ്റിയാ. അമ്മയ്ക്കത് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ. അളിയ, വീട്ടിൽ കയറിയിട്ട് പോ. ഇവിടെ അടുത്തല്ലേ? വീട്ടിലേക്ക് ഇനി എപ്പോ വേണേലും വരാലോ അളിയ. ഇപ്പൊ പോട്ടെ. താങ്ക്സ്. എന്തിന്? എനിക്കറിയാതിരുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതിന്. തൊഴിലിന്റെ മഹത്വം. ഉം? ഉം. സൂപ്പർ അമ്മ, ഇതുപോലെ താൻ പേശ വേണം. ശരിമ്മ. ചേച്ചി, കൈ കൊടു. എന്തിന്? കൈ കൊടുക്ക്. സംഗതി അളിയും കിടിലം തന്നെയാ. പക്ഷെ എവിടെയോ ഒരു പഴഞ്ചൻ കക്ഷി ഒളിഞ്ഞിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ട്. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിലെ ദുരഭിമാനം കാണിക്കുന്ന ചില കാരണവന്മാരുടെ സ്വഭാവം ഇല്ലേ എന്ന് എനിക്കൊരു സംശയം. ഡാടാ, എന്നെ കെട്ടാൻ പോകുന്ന ആളെക്കുറിച്ച് ഒരുപാടൊന്നും പറയല്ലേ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു കാര്യം പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കിയത്. അത് വലിയൊരു ക്വാളിറ്റിയാ. വരുംകാല ഭർത്താവിനെ പുകഴ്ത്താൻ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങി. ഇനി വണ്ടി മുന്നോട്ട് പൊക്കോളും. നീ വണ്ടി എടുക്ക്. പോവാം. വീണേ, ഹരി എവിടെ? വീണേ, ഹരിയേട്ടനും അച്ഛനും ഇവിടെ ഇല്ല. എവിടെ പോയി? അപ്പുറത്ത് ധർമ്മമാഷിന്റെ വീട്ടില് എന്തോ സ്ഥലം അളക്കാന്നാ പറഞ്ഞത്. അവിടെയുണ്ട്. വീണ, ഒരു മിനിറ്റ്. എന്താ? ഞാൻ ഹരിയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരി അത് വീണയോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴാണെന്നൊന്നും അറിയില്ല. ഏതോ ഒരു സമയത്ത് മനസ്സിനകത്തൊരു താല്പര്യം കയറി കൂടി എന്നുള്ളതാണ് സത്യം.
ഹരിയോട് പോലും പറയാൻ എനിക്ക് ചമ്മലായിരുന്നു. പിന്നെ തൻ്റെ അടുത്ത് നേരിട്ട് പറയാന്ന് പറഞ്ഞാല് തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന യോഗ്യതകളൊക്കെ എനിക്കുണ്ടോന്നൊരു സംശയം. അതാ വൈകിപ്പോയത്. ഇതിപ്പോ നേരിട്ട് തന്നെ ചോദിക്കാലോ. അത് വീണയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാനതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ല വേണോട്ടാ. ഹരിയേട്ടനും അച്ഛനും പറഞ്ഞു, പെൺകുട്ടികളൊരു പ്രത്യേക പ്രായമാകുമ്പോൾ കാണുന്നവരെയൊക്കെ ഒന്ന് ആലോചിച്ചാലോ എന്നല്ലേ കാരണവന്മാര് പറയാ. ആ കൂട്ടത്തിൽ ഒന്നായിട്ട് മാത്രമേ വീണ പരിഗണിച്ചുള്ളൂ എൻ്റെ ഇഷ്ടം. വേണുവേട്ടനോട് ഇഷ്ടം തോന്നിയതില് എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല. ആർക്കും ആരെയും ഇഷ്ടപ്പെടാലോ. വേണുവേട്ടൻ ഒരു താല്പര്യം പറഞ്ഞു, അത് ഹരിയേട്ടനോടല്ലേ. അപ്പൊ മറുപടിയും ഹരിയേട്ടൻ തന്നെ പറയും. ശരി, വീണ നോ പറയില്ല എന്നെങ്കിലും. എനിക്കങ്ങനെ ഭാവി പ്രവചിക്കാനൊന്നും അറിയില്ല. വേണോട്ടൻ ചെല്ല്. ആ വാ വാമളെ. അങ്കിൾ, ഇത് സാറ, നമ്മുടെ തൊട്ടടുത്ത വീട്ടില്. ആ. ഹായ്. സാറ ഫേമസ് മോഡലാ. ഓഹോ. ആ വാ അകത്തേക്ക് വാ. ഇരിക്കേ. ഇവിടെ ഒച്ചയനക്കൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞു നിത്യേച്ചിയുടെ വീട്ടില് ബന്ധുക്കൾ ഒരുപാടുണ്ടെന്ന്. അമ്മ പറഞ്ഞ ശരിയാ, ഒരുപാട് ആൾക്കാരുണ്ട്. ശിവാനന്ദൻ എൻ്റെ അനിയനാ. അവന് മാർക്കറ്റിലെ ഒരു ചെറിയ ബിസിനസ്സാ. അവനും മോനും കൂടി അങ്ങോട്ട് പോയി. നളിനിവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നിത്യേച്ചി എവിടെ? നിത്യ ഒരു സ്ഥലം വരെ പോയിരിക്കാണല്ലോ മോളെ. ഇനിയിപ്പോൾ വരാൻ വൈകും. അയ്യോ, അത് കഷ്ടായല്ലോ. സാറയാണെങ്കി നിത്യേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിത്യ ഒന്ന് വിളിക്കാം. നിങ്ങളോട് ഇരിക്കേ. അയ്യോ വേണ്ട വേണ്ട, പോയ കാര്യം മുടക്കിട്ട് വിളിക്കൊന്നും വേണ്ട. കൊറേ ദിവസമായി സുജാത മാഡവും ജ്യോതിയൊക്കെ നിത്യയെക്കുറിച്ച് ഒരുപാട് പറയുന്നു. എന്നാ പിന്നെ ആളെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച് ഇറങ്ങിന്നേ ഉള്ളൂ. കഷ്ടായി പോയില്ലോ. മക്കള് വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അങ്കിൾ ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട. സാറയ്ക്ക് ഒഴിവുള്ളപ്പോ ഞങ്ങൾ ഇനിയും വരാം. അല്ല മോളെ, ഒരു മിനിറ്റ് ഇരിക്കെ. ഞാൻ അകത്ത് പോയിട്ട് എന്താ നിങ്ങക്ക് തരാനുള്ളത് നോക്കട്ടെ. അയ്യോ അങ്കിളെ, ആ. എന്നെങ്ങനെ വേർതിരിച്ച് കാണണ്ടാട്ടോ. ഞാനവിടെ കുടുംബാംഗത്തെ പോലെയാണെന്നേ. അങ്കിള് ടെൻഷൻ ആവൊന്നും വേണ്ട, ഞങ്ങള് പോയിട്ട് വരാം. അല്ല, അമ്മേനെ എപ്പോഴാ വരുന്നേ? അത് രസവാ. രാവിലെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു എപ്പോഴാ വരുന്നേന്ന്. ഞങ്ങളെ കൊണ്ട് അച്ഛന് പൊറുതി മുട്ടിയിട്ടുണ്ടാവും. അന്ന് മകൾ ഇറങ്ങിക്കും. വാ. നിത്യ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എന്നാ പേസ്, എന്നാ ബ്രില്യന്റ്. ഇതാ സാറേ പെമ്പിള്ളാർക്ക് വേണ്ടത്. മനസ്സിൽ ഏത് இருந்தாலும் யாரோட முகத்தை வைக்கும் அப்படியே சொல்லும். சூப்பரா இருக்கப்பா. ആരാധന തോന്നിയല്ലേ? അയ്യാ, അത് പിന്നെ വന്ന് വിവാഹമുറപ്പിച്ച പെണ്ണിനോട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അതവളെൻ്റെ മുഖത്ത് നോക്കി തള്ളിക്കളഞ്ഞു. അതിനർത്ഥം അവളെന്നെ ഒരിക്കലും അനുസരിക്കുന്നവളല്ലെന്നല്ലേ? അവര് വന്ന് വേറെ രീതികൾ. അവളുടെ രീതികൾ എന്താണെന്ന് അവളുടെ സംസാരത്തിലുണ്ട്. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്പലത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും ദേവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ കയ്യിലെ ദീപം കെടാതെ നോക്കിയതൊക്കെ അമ്മ പരിഗണിക്കും. ഒരു ജീവിതം മുഴുവൻ ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടവളാ. എനിക്കും ഇത് സംസാരിക്കുന്ന ഒരുത്തിയുടെ കൂടെ ഒരു ജന്മമല്ല, ഒരു നിമിഷം പോലും കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അയ്യാ, അപ്പൊ ഇത് വന്ന് മുടക്കപ്പോകുതാ? ഇത് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ മുടക്കിക്കും. അയ്യാ,
അത് അപ്പുറത്ത് സാറാവിടെ കാറില്ല? எதுக்கு? இதுதான் பறந்து போன பறவையை ஏணி வச்சு பிடிக்கான்னு சொல்றேன். எனக்கு இதோட வல்ல காரியம் இருக்கா? முருகா, பருத்து பருது. ഏട്ടനിപ്പോ ഫുൾ ടൈം നിത്യേച്ചിയുടെ വീടിനടുത്ത് തന്നെയാണല്ലേ? ഇനിയിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരണ്ടെന്ന് തീരുമാനിക്കോ? നിങ്ങൾ എങ്ക പോയത്? നിത്യേച്ചിയുടെ വീട്ടിലേക്ക്. എന്തിന്? അത് സാറയ്ക്ക് നിത്യേച്ചി ഒന്ന് കാണണോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. പക്ഷെ ആളവിടെ ഉണ്ടായിരുന്നില്ല. സാറാ, ഒരു മിനിറ്റ്. അതെന്താ രഹസ്യം? നീ കേൾക്കണ്ടല്ല. എന്താ ശരവണ? தெரியாதம்மா, வேற ஏதோ மேட்டர். നീ ആരാടി? നീ എന്തിനാ നിത്യ കാണാൻ വന്നേ? കണ്ടാൽ എന്താ കുഴപ്പം? നിത്യ നിന്റെ ആരെങ്കിലും ആണോ? നിന്റെ വരവന്റെ ഉദ്ദേശം ചോദിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാ നീ നിത്യ തേടി വന്നല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ നിനക്ക് ചാവാനുള്ള നേരമായെന്ന് കൂട്ടിക്കോ. ഇനി നിത്യയെ കാണാനോ ഫോണിലേക്ക് വിളിക്കാനോ നീ ശ്രമിച്ച ആളുകൾക്ക് മുമ്പേ അഴകോടെ പ്രദർശിപ്പിക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, പിന്നെ നേരെ ചൊവ്വേ ബാക്കിയുണ്ടാവില്ല. വെല്ലുവിളി കേട്ടാ ഞാൻ പേടിക്കൊന്ന് വിചാരിച്ചോ? കൊല്ലാൻ ഇതിനു മുൻപും ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇനി നീ ശ്രമിച്ചാൽ നീ ആരാ, നിന്റെ തനി സ്വരൂപം എന്താണെന്നൊക്കെ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞിരിക്കും. നിന്നെപ്പോലെ ഒരുത്തന്റെ മുൻപിൽ ബലിയാടാകേണ്ടവളല്ല അവള്. അവളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. ഏയ്, എന്തുവാ ഇത്? രണ്ടുപേരും കൂടെ അടിയാ? ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും? വീട്ടിൽ വെച്ച് കളിയാക്കുന്നതും വഴക്കൂടുന്നതും ഒക്കെ മനസ്സിലാക്കാം. ഇവിടെ അത് തന്നെ തുടരുവാണോ? വന്നേ സാറേ, നമുക്ക് പോവാം. ഏട്ടൻ വരുന്നില്ലേ? കാത്തു നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. നിത്യേച്ചി ഇനി വൈകുന്നേരമേ വരൂ. വിളിച്ചോണ്ട് വാ ശരവണ. പറഞ്ഞതൊക്കെ ഒന്നുകൂടെ നീ ഓർത്തോ. ഇനി ഞാൻ ഒരു ദൈവം കാണിക്കില്ല. സാറാ എന്നെ ചൊല്ലിയാച്ച്? അവളെ എന്നെക്കുറിച്ച് നിത്യയോട് പറയുമെന്ന്. സുന്ദരിയായ പെൺകുട്ടികള് വഴിവക്കിൽ ചത്ത് കിടക്കുന്ന വാർത്തകൾ ഇപ്പൊ സാധാരണയാ. മുരുക, ഇതൊരു അവസാനം ഇല്ല.
ഹരി ആ ഡാ നീ ഒന്ന് വന്നേ. നീ കാര്യം പറ. എടാ അതൊക്കെ ഉണ്ട്, നീ ഒന്ന് വാ.